ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം? സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, നമ്മളും സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നും പതിവ് പോലെ തന്നെ നമ്മുടെ കടി എന്ന് പറയുന്നത് പത്തിരി തന്നെയാണ്. എനിക്കൊന്നിനും പ്രാവശ്യം അധികം പത്തിരി തന്നെയാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്നും ഒരേപോലത്തെ വീഡിയോസാണല്ലോ എന്നുള്ളത്. കാരണം നമ്മുടെ വീട്ടിൽ നമ്മൾ എന്താണോ ഉണ്ടാക്കുന്നത് അതല്ലേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പത്തിരിടലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നേരെ കറിയുടെ പണിക്ക് നിന്നു കേട്ടോ. കറി ബീഫാണ്. ബീഫ് ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ട ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഉള്ളിയും തക്കാളി കിടന്ന് നല്ലോണം ഒന്ന് വാടി വരട്ടെ കേട്ടോ. അപ്പോൾ പത്തിരിടൽ കഴിഞ്ഞ പാടെ ഞാൻ അരിടാനുള്ള വെള്ളം അടുപ്പത്ത് വെക്കും. പിന്നെ ഇതാണ് കേട്ടോ ബീഫ് കുക്കറിൽ വേവിച്ച് വെച്ചെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന് വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം അരിയെടുത്തിട്ട് കേക്ക് ഇട്ട് കൊടുത്തു. കാരണം ഇനി അതവിടെ കിടന്നങ്ങനെ വന്നോളൂല്ലോ. വെള്ളം അധികം തിളപ്പിക്കാൻ പാടില്ല എന്നാണല്ലോ പൊതുവേ പറയാറ്. അങ്ങനെ ഇപ്പോൾ ആ കറിയുടെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കറിപ്പണി കഴിഞ്ഞു, കടിയുടെ പണി കഴിഞ്ഞു. എനിക്ക് പിന്നെ 6 മണിയാകുമ്പോഴത്തേനും എല്ലാ പണികളും കഴിക്കണതാണ് കേട്ടോ. അപ്പോൾ പലച്ചക്കുള്ള തളിപ്പും കൂടി ഉണ്ടാക്കി വെച്ചാൽ പിന്നെ ആ സമയത്തൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയല്ലോ. കാരണം നോമ്പ് പറഞ്ഞാൽ പിന്നെ നമുക്കൊന്നിനും വയ്ക്കൂല അല്ലേ. അപ്പോൾ ഞാൻ പൊതുവേ ഇങ്ങനെയാണ്. എനിക്ക് എത്രയും പെട്ടെന്ന് പണികൾ കഴിച്ചിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കണം ബാങ്ക് കൊടുക്കുമ്പോഴത്തേന് എന്നുള്ളൊരു ഇതാണ് എനിക്ക് കേട്ടോ. അപ്പോൾ ചിരങ്ങയൊക്കെ അരിഞ്ഞ് ഇതിലുള്ള പച്ചമുളകും ഉപ്പും വെള്ളമൊക്കെ വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് അവിടെ കിടന്നങ്ങനെ വേകട്ടെ. പിന്നെ ഇപ്പോൾ നമുക്ക് വേണ്ടത് കുറച്ച് പേര് ഉണ്ടാക്കിയെടുക്കണം. കാരണം ഇപ്പോൾ തറാവീഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നാൽ കഞ്ഞി കുടിക്കും കേട്ടോ. അപ്പോൾ ഉപ്പാക്ക് എന്തെങ്കിലും ഒരു കൂട്ടാൻ നിർബന്ധമാണ്. അപ്പോൾ നമ്മളൊരു കറുകത്തിൻ്റെ പകുതി ഉണ്ടായിരുന്നു, അത് ഇന്നലെ വെച്ചതിൻ്റെ ബാക്കി ഇരുന്നതാണ്. അപ്പോൾ 2 പച്ചക്കായും എടുത്തിട്ട് അതും കൂടി ഒന്ന് ഉപ്പേരി വെച്ചാൽ അതിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. ഇതാ 6 മണിയായപ്പോൾ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. കാരണം നോമ്പ് പറഞ്ഞാൽ പിന്നെ നമുക്കൊന്നിനും വയ്ക്കില്ല. ഒരു ഭാഗത്ത് ഇരിക്കാനോ കിടക്കാനൊക്കെ ആയിരിക്കും തോന്നുക. അപ്പോൾ ചോറ് വന്നു, ഇതാ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഇതാ ചിരങ്ങ താളിച്ചു. എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഒന്നും കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ കേട്ടോ. എന്നും ഒരുപോലത്തെ വീഡിയോ ആണല്ലോ ഇടണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ വീഡിയോ കാണാതിരിക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് അത് പോകാനുള്ള ഒരു സന്തോഷവും ഒരു ഇതൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. പിന്നെ ഇപ്രാവശ്യം ഞാൻ അതേ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പൊരിക്കടികളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ താത്താടെ മക്കളൊക്കെ ഇരുന്ന് വരുമ്പോൾ നോമ്പ് തുറക്കാൻ വരുന്ന സമയത്ത് നമ്മൾ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടുകാർ മാത്രമാകുമ്പോൾ നമ്മളങ്ങനെ ഉണ്ടാക്കലൊന്നുമില്ല. മാക്സിമം ജ്യൂസും ഫ്രൂട്ട്സും മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തൽ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.